ഇത്ര നിസ്സാര കാര്യത്തിനാണോ ബോബി നീ ഇങ്ങനെ ടെൻഷൻ അടി? ഒരു പെൺകുട്ടി ഒന്ന് കണ്ടതുകൊണ്ടോ? എടാ അങ്ങനെയാണെങ്കിൽ എന്റെയൊക്കെ എന്താ ഞാൻ ഉദ്ദേശിച്ച അല്ല, ഞാൻ ഒരുപാട് ഡോക്ടർമാരെ കണ്ടിട്ടുണ്ട്, പുരോഹിതന്മാരായ ഡോക്ടർമാരെ. അവരെന്തൊക്കെ കാണേണ്ടി വരുന്നു. അതോ അവര് കാണുന്ന പോലെ അല്ലല്ലോ അവരുടെ മറ്റുള്ളവര് കാണുന്നത്. അതൊരു പെണ്ണ്. അത് ശരിയാ. അത് ശരിയാ. എന്ത് ശരി? അതിലൊരു കാര്യമൊന്നുമില്ല. അതും ശരിയാണ്. പക്ഷേ അവള് ഇവന്റെ ഇത് കണ്ടായിരുന്നല്ലോ. ദാദാ, എന്റെ ഫാദർ എന്നപ്പോ പറഞ്ഞാല് ഞാൻ പറയാം, അവൾ ഇവന്റെ പീനിസ് കണ്ടു. എന്താ എന്താ അത് ശരിയല്ലേ? അല്ല, ഇത് പറയാൻ നിങ്ങൾക്കൊക്കെ എന്താ എത്ര ബുദ്ധിമുട്ട്? ശരിക്കും ഇങ്ങനെയൊന്നും അല്ല പറയേണ്ടത്. ഞാനിപ്പോ ഒന്ന് ഇംഗ്ലീഷിലൊന്ന് പോളിഷ് ചെയ്താ പറഞ്ഞത്. പോളിഷ് ചെയ്യാൻ പറ്റിയൊരു പ്രോപ്പർട്ടി. എന്താ ഈ ശബ്ദ ധാരാവലിയിൽ തന്നെ പച്ച മലയാളത്തിൽ എന്താ പറയാന്നറിയാവോ? എന്റെ അച്ചോ, ഇത് തെറിയൊന്നും അല്ല. ശബ്ദധാരാവില് കൊച്ചു പുസ്തകമൊന്നും അല്ലല്ലോ. ശരിയാ മോളെ. എന്നാ ഇന്ന് വേണ്ട, ഇന്ന് നൊവേനുണ്ട് അതുകൊണ്ടാ. ആ ശരി, ഇനി ഞാൻ എന്തെങ്കിലും പറഞ്ഞോണ്ട് അച്ഛന്റെ നൊവേനൊന്നും മുടക്കണ്ട. ഞാൻ പോവാ, ഇവള് ശരിയാവില്ല. അതല്ല എന്റെ ആന്റി. എന്താണ് എന്റെ ആന്റി? ഇത് നമ്മുടെ ശരീരത്തിന്റെ ഒരു ഭാഗമല്ലേ? നമ്മുടെയോ? ഞങ്ങളുടെ? ആ, നിങ്ങളുടെ സമ്മതിച്ചു. ഈ കൈ പോലെ കാല് പോലെ കണ്ണുപോലെ അല്ലേ? അല്ലേ ചോ? അതെ, എന്നാലും ഇംഗ്ലീഷിൽ അതിന് വേറെ നല്ല വാക്കുകൾ ഉണ്ടല്ലോ. അതെ, കിഡ്നി. നിനക്ക് അങ്ങനെ പറഞ്ഞാ പോരെ? കിഡ്നിയോ? എന്റെ ആന്റി, വിദ്യാഭ്യാസമോ ഇല്ല. അത് ഞാൻ സഹിച്ചു. ഞാൻ മാത്രം സഹിച്ചാ പോരെ? എന്നാ മിണ്ടായിരിക്കും. അച്ചോ, എനിക്കിപ്പോ പറയാനുള്ളത്, ഇവനെ എത്രയും വേഗം ഒരു സൈക്കാട്രിസ്റ്റിനെ കാണിക്കണം. സൈക്കാട്രിസ്റ്റിനെ കാണിക്കാൻ എനിക്ക് എന്താ പ്രാന്താ? ബോബി, നീ എന്താ ഈ UK പോയി പഠിച്ചത്? ഒരു കൗൺസിലറിനെ കാണുന്നോണ്ട് എന്താ ഇപ്പൊ കുഴപ്പം? അങ്ങനെയാണെങ്കിൽ എന്റെ ഫ്രണ്ട് ഞങ്ങൾ ഇവിടുത്തെ കോർപ്പറേഷൻ കൗൺസിലർ മോളെ അവനെ വിട്. മനുഷ്യ മനസ്സുകളെ പറ്റി സെമിനാരിയിൽ ഞാനും കുറെ സുനയൊക്കെ പഠിച്ചിട്ടുള്ള. അതുകൊണ്ട് നീ തൽക്കാലം സൈക്കാട്രിസ്റ്റിനെയും സൈക്കോളജിസ്റ്റിനെയും ഒന്നും കാണണ്ട. ഇപ്പൊ നിനക്ക് വേണ്ടത് നല്ലൊരു ചേഞ്ച്. നീ അടുത്ത ദിവസം തൊട്ട് പപ്പയുടെ കൂടെ കടയിൽ പോയിരിക്കും. അച്ഛൻ കുച്ചാപ്പി എന്തൊക്കെയാ പറയുന്നേ? ആ കടയിൽ പോയിരിക്കാനാണോ ഇവൻ 3 വർഷം UK പോയി MBW പഠിച്ചേ? എന്ത് MBA? ഓ പിന്നെ അല്ല, ഇവിടെ സ്പെല്ലിംഗ് കോമ്പറ്റീഷനിലേ നടക്കുന്നേ. ഒന്ന് പോയി. എടാ ആന്റപ്പ, കടയിൽ പോയി കാലാകാലങ്ങൾ ഇരിക്കാനല്ല ഞാൻ പറഞ്ഞത്. തൽക്കാലത്തേക്ക് ഒരു കുറച്ചു നാള് കൂടെ ഇവന്റെ ബിസിനസ് ഐഡിയാസ് നമുക്ക് പ്രൊമോട്ട് ചെയ്യാം. അതിനിടയ്ക്ക് പപ്പയുടെ ആഗ്രഹം പോലെ ഒരു കല്യാണവും. എന്താ? നോക്കണ്ട, ഒരു കല്യാണം എന്ന് പറയുമ്പോൾ കുറെ ഡൗറിയും കാര്യങ്ങളൊക്കെ വരും. നിനക്കും ബിസിനസ്സിന് എന്തെങ്കിലും സുനയുടെ ആവശ്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അച്ഛൻ കൊച്ചപ്പൻ ഊളത്തോണി പറഞ്ഞത് ശ്രീധരൻ മേടിച്ചിട്ട് ബിസിനസ് ചെയ്യാനോ? ഞാൻ പോവാ.